അങ്ങനെ നീണ്ട ഒരു 10-14 ദിവസത്തെ ലോഡിങ്ങിന് ശേഷം ഞങ്ങളിഞ്ഞ് പോകാൻ പോകുന്നത് സൗദി അറേബ്യയിലോട്ട്, അതായത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക്. നമ്മൾ പോകുന്നത് ഈജിപ്തിലെ സൂയസ് കനാൽ ക്രോസ് ചെയ്താണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതാണ് PMA എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതുകൊണ്ട് ഇതിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സിമെൻറ്റ് ഇട്ട് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ ഹാച്ചറിൻ്റെ 4 സൈഡിൽ നമ്മൾ ഫോം അടിച്ച് ഫില്ല് ചെയ്യും. ഇതൊക്കെ ചെയ്യണ വേറെ ഒന്നും കൊണ്ടല്ല, കാർഗോ ഹോളിൽ വെള്ളം കയറാൻ പാടില്ല. വെള്ളം കയറി കാർഗോ ഡാമേജ് ആവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഹാച്ചറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനത്തെ ടേപ്പുകൾ ഒട്ടിക്കും. ഇതിന് റാമിനെറ്റ് ടേപ്പ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കപ്പലുകളിലാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുമാത്രമല്ല സെൻറ്ററിൽ കൂടി വെള്ളം ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ കപ്പലിലും ഒട്ടിക്കുള്ളൂ, ഈ ബൾക്കിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ സെയിലിംഗ് ടൈമിൽ നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് കടൽ തന്നെയാണ്. അതിന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം. ആ സമയത്തൊന്നും നമുക്ക് ഡെക്കിലോട്ട് പോകാനേ പറ്റില്ല. ഇതിൻ്റെ എഫക്റ്റ് എന്തായാലും നമുക്ക് അനുഭവപ്പെടും. എന്തോരടക്കി വെച്ചാലും എല്ലാ സാധനങ്ങളും ഇതുപോലെ പുറത്തോട്ട് വരും. എന്തായാലും കടൽ ശാന്തമായി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തുള്ള യാത്ര തുടരുകയാണ്.